സ്ത്രീകളുടെ സ്ഥാനവളർച്ചയെക്കുറിച്ച് എന്തോരം കെട്ടുകഥകളാണ് നമ്മൾ കേൾക്കുന്നത് അല്ലേ? പക്ഷേ ഇതിന് പിന്നിലെ യഥാർത്ഥ ശാസ്ത്രമെന്താ? ശരിക്കും എന്താ സംഭവിക്കുന്നത്? ഈ ഒരു വിവരണത്തിൽ നമ്മൾ ആഴത്തിൽ അതൊന്ന് മനസ്സിലാക്കാൻ പോവാണ്. അപ്പോ നമ്മുടെ ഈ ചർച്ചയുടെ എല്ലാം കാതൽ ഈ ഒരു ചോദ്യമാണ്. അതായത് കുഞ്ഞുങ്ങൾക്ക് പോഷണം നൽകുക എന്ന അടിസ്ഥാനപരമായ ഒരു ധർമ്മമുള്ള ശാരീരിക ഭാഗം എങ്ങനെയാണ് ഇത്ര വലിയൊരു സാംസ്കാരിക ചിഹ്നമായി മാറിയത്? ശരിക്കും ഇൻട്രസ്റ്റിംഗ് അല്ലേ? നമുക്ക് നോക്കാം. അപ്പോ ആദ്യത്തെ ചോദ്യം ഇതാണ്: എന്തുകൊണ്ടാണ് സ്തനങ്ങൾക്ക് ഇങ്ങനെയൊരു ലൈംഗിക ആകർഷണമുണ്ടാകുന്നത്? ഇതിനു പിന്നിൽ പരിണാമപരവും സാമൂഹികവുമായ ചില കാരണങ്ങളുണ്ട്. നമുക്ക് ആദ്യം അതിലേക്ക് കടക്കാം. ഇതിനു പിന്നിൽ രസകരമായൊരു പരിണാമ സിദ്ധാന്തമുണ്ട്. ചിന്തിച്ചു നോക്കൂ, മറ്റു പ്രൈമേറ്റുകളിൽ, അതായത് ചിമ്പാൻസിയിലോ ഗൊറില്ലയിലോ ഒക്കെ ഗർഭകാലത്തും മുലയൂട്ടുന്ന സമയത്തും മാത്രമേ സ്തനങ്ങൾ വലുതാവുന്നുള്ളൂ. എന്നാൽ മനുഷ്യരിൽ അങ്ങനെയല്ല അല്ലേ? ഇതിന് കാരണം നമ്മൾ 2 കാലിൽ നടക്കാൻ തുടങ്ങിയതാണ്. അതോടെ പ്രത്യുൽപാദനക്ഷമതയുടെ ഒരു സ്ഥിരം സൂചനയായി സ്തനങ്ങൾ മാറി. ഇത് പങ്കാളികൾ തമ്മിലുള്ള ബന്ധം ദൃഢമാക്കുന്നതിലും ഒരു പ്രധാന പങ്ക് വഹിച്ചു എന്നാണ് കരുതപ്പെടുന്നത്. പക്ഷേ സംഭവം അവിടെ തീരുന്നില്ല. പരിണാമം മാത്രമല്ല ഇതിന് കാരണം. നമ്മുടെ സംസ്കാരവും സിനിമകളും മാധ്യമങ്ങളുമെല്ലാം ഈ ഒരു ജൈവിക സവിശേഷതയെ ശരിക്കും ഏറ്റെടുത്തു. കാലക്രമേണ അവരൊരു സൗന്ദര്യത്തിന്റെ അളവുകോൽ ഉണ്ടാക്കിയെടുത്തു. ഇതൊരു സാമൂഹിക നിർമ്മിതിയാണെങ്കിലും ഇന്ന് ലോകമെമ്പാടും ഇതൊരു ആകർഷണീയതയുടെ ഭാഗമായി കണക്കാക്കപ്പെടുന്നു. അപ്പോ എന്തുകൊണ്ട് എന്ന ചോദ്യത്തിന് ഒരു ഏകദേശ ഉത്തരം കിട്ടിയല്ലോ. ഇനി നമുക്ക് എങ്ങനെ എന്നതിലേക്ക് കടക്കാം. ശാസ്ത്രീയമായി പറഞ്ഞാൽ ഒരു സ്ത്രീയുടെ സ്തനവളർച്ചയുടെ വിവിധ ഘട്ടങ്ങൾ ഏതൊക്കെയാണെന്ന് നോക്കാം. പൊതുവെ കൗമാരപ്രായത്തിൽ സംഭവിക്കുന്ന സ്തനവളർച്ചയെ 5 പ്രധാന ഘട്ടങ്ങളായിട്ടാണ് ശാസ്ത്രലോകം തരംതിരിക്കുന്നത്. ഇതിനെ ടാനർ സ്റ്റേജസ് എന്നാണ് പറയുന്നത്. നമുക്ക് ഈ 5 ഘട്ടങ്ങളിലൂടെ വേഗത്തിലൊന്നു പോകാം. 1-ാം ഘട്ടത്തിൽ, അതായത് 8 വയസ്സിന് മുൻപ്, മുലക്കണ്ണ് മാത്രമേ തെളിഞ്ഞു കാണുകയുള്ളൂ. പിന്നീട് 2-ാം ഘട്ടത്തിൽ ഒരു ചെറിയ മുകുളം പോലെ, അതായത് ബ്രസ്റ്റ് ബഡ്, രൂപപ്പെടുന്നു. അവിടെ നിന്നാണ് യഥാർത്ഥ വളർച്ച തുടങ്ങുന്നത്. പിന്നെ ക്രമേണ വലുതാവുകയും അവസാന ഘട്ടത്തിൽ പൂർണ്ണ വളർച്ചയെത്തുകയും ചെയ്യുന്നു. ഒരു കാര്യം മനസ്സിൽ വെക്കണം, ഓരോ വ്യക്തിയിലും ഈ പ്രക്രിയയുടെ സമയവും വേഗതയുമെല്ലാം വ്യത്യസ്തമായിരിക്കും. അതെ, ഇതൊരിക്കലും ഒറ്റ രാത്രി കൊണ്ട് സംഭവിക്കുന്നൊരു മാറ്റമല്ല. ഈ ഒരു വളർച്ച പൂർത്തിയാകാൻ സാധാരണയായി 2 മുതൽ 4 വർഷം വരെ സമയമെടുത്തേക്കാം. ചിലരിൽ ഇതിലും കൂടുതലോ കുറവോ സമയമെടുക്കാം. അതും തികച്ചും സാധാരണമാണ്. അപ്പൊ സ്വാഭാവികമായും ഒരു ചോദ്യം വരും, അല്ലേ? എന്തുകൊണ്ടാണ് സ്തനങ്ങളുടെ വലിപ്പത്തിലും ആകൃതിയിലുമൊക്കെ ഇത്രയധികം വ്യത്യാസങ്ങൾ കാണുന്നത്? അതിനെ സ്വാധീനിക്കുന്ന പ്രധാന ഘടകങ്ങൾ എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. ഇതിൽ പ്രധാനമായും നമ്മുടെയൊന്നും നിയന്ത്രണത്തിലല്ലാത്ത ചില കാര്യങ്ങളുണ്ട്. ഒന്നാമത്തേത് തീർച്ചയായും പാരമ്പര്യമാണ്. നമ്മുടെ ജീനുകൾ ഒരു പ്രധാന പങ്ക് വഹിക്കുന്നുണ്ട്. അതോടൊപ്പം തന്നെ ഈസ്ട്രജൻ, പ്രൊജസ്റ്ററോൺ പോലുള്ള ഹോർമോണുകൾ. ജീവിതത്തിലെ ഓരോ ഘട്ടത്തിലും, അതായത് കൗമാരത്തിലും ഗർഭകാലത്തും ആർത്തവ വിരാമ സമയത്തുമെല്ലാം ഈ ഹോർമോണുകൾ വലിയ മാറ്റങ്ങൾ കൊണ്ടുവരും. ഇനി നമ്മുടെ നിയന്ത്രണത്തിലുള്ള ചില കാര്യങ്ങൾ. നമ്മുടെ ജീവിതശൈലി ഒരു പ്രധാന ഘടകം തന്നെയാണ്. സ്തനങ്ങളിൽ കൊഴുപ്പ് ഒരു പ്രധാന ഘടകമായതുകൊണ്ട് തന്നെ ശരീരഭാരത്തിൽ വരുന്ന മാറ്റങ്ങൾ അതിന്റെ വലുപ്പത്തെയും ബാധിക്കും. അതുകൊണ്ട് നല്ല ഭക്ഷണക്രമവും ചിട്ടയായ വ്യായാമവുമെല്ലാം സ്തനങ്ങളുടെ ആരോഗ്യത്തിനും ആകൃതി നിലനിർത്താനും ഒരുപാട് സഹായിക്കും. അതുപോലെ അമിതമായ മാനസിക സമ്മർദ്ദം ഹോർമോൺ ബാലൻസിനെ താളം തെറ്റിക്കുമെന്നതുകൊണ്ട് അതും പരോക്ഷമായി വളർച്ചയെ ബാധിക്കാം. ഓക്കെ, അപ്പൊ നമ്മൾ ശാസ്ത്രവും കാരണങ്ങളുമൊക്കെ ചർച്ച ചെയ്തു. ഇനി ഏറ്റവും പ്രധാനപ്പെട്ട കാര്യത്തിലേക്ക് വരാം, അതായത് അറിവിൽ നിന്ന് ശാക്തീകരണത്തിലേക്ക്. നമ്മുടെ സ്തനങ്ങളുടെ ആരോഗ്യവും അതോടൊപ്പം ആത്മവിശ്വാസവും വർദ്ധിപ്പിക്കാൻ സഹായിക്കുന്ന ചില സ്വാഭാവികമായ വഴികൾ എന്തൊക്കെയാണെന്ന് നോക്കാം. അപ്പോൾ ആരോഗ്യവും ആത്മവിശ്വാസവും കൂട്ടാൻ നമുക്ക് എന്തൊക്കെ ചെയ്യാൻ പറ്റും? പുഷപ്പുകൾ പോലെയുള്ള വ്യായാമങ്ങൾ നെഞ്ചിലെ പേശികളെ ബലപ്പെടുത്തും. അത് നല്ല ആകൃതി നൽകാൻ സഹായിക്കും. അതോടൊപ്പം പോഷകസമൃദ്ധമായ ഭക്ഷണം കഴിക്കുക. ലഘുവായി മസാജ് ചെയ്യുന്നത് രക്തയോട്ടം വർദ്ധിക്കും. പിന്നെ ശരീരത്തിന് ശരിക്കും ചേരുന്ന കംഫർട്ടബിളായ ബ്രാ തിരഞ്ഞെടുക്കുന്നതും വളരെ പ്രധാനമാണ്. നേരത്തെ ഭക്ഷണത്തെക്കുറിച്ച് പറഞ്ഞപ്പോൾ എന്താണ് ഈ ഫൈറ്റോ ഈസ്ട്രോജനുകൾ എന്ന് ചിലർക്കെങ്കിലും സംശയം തോന്നിയിട്ടുണ്ടാവും. ഒന്നുമില്ല, സോയാ മിൽക്ക്, ഫ്ലാക്സീഡ് അങ്ങനെയുള്ള ഭക്ഷണങ്ങളിലൊക്കെ കാണുന്ന സസ്യാധിഷ്ഠിതമായ ചില ഘടകങ്ങളാണിത്. ഇവ നമ്മുടെ ശരീരത്തിലെ ഹോർമോൺ ബാലൻസിന് വളരെ നല്ലതാണ്. പക്ഷേ ഒരു കാര്യം നമ്മൾ പ്രത്യേകം ഓർക്കണം,
ഈ പറഞ്ഞ വഴികളൊന്നും തന്നെ സ്തനങ്ങളുടെ വലുപ്പം കൂട്ടാനുള്ള എന്തെങ്കിലും മാന്ത്രിക വിദ്യകളല്ല, ഒരിക്കലുമല്ല. മറിച്ച് അവയുടെ ആരോഗ്യം സംരക്ഷിക്കാനും ഭംഗി നിലനിർത്താനും അതിലൂടെ നിങ്ങളുടെ ആത്മവിശ്വാസം വർദ്ധിപ്പിക്കാനും സഹായിക്കുന്ന കാര്യങ്ങളാണ്. അവസാനം ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഇതാണ്. നമ്മുടെ ശരീരത്തിന്റെ രൂപമോ വലിപ്പമോ എന്ത് തന്നെ ആയിക്കോട്ടെ, അതിനെ നമ്മൾ സ്വയം അംഗീകരിക്കുകയും സ്നേഹിക്കുകയും ചെയ്യുമ്പോൾ കിട്ടുന്ന ഒരു ആത്മവിശ്വാസമുണ്ടല്ലോ, അത് തന്നെയാണ് യഥാർത്ഥ സൗന്ദര്യം. അതാണ് ഏറ്റവും വലിയ ആകർഷണവും. അപ്പോ ഈ വിവരണം നമ്മളിവിടെ അവസാനിപ്പിക്കുകയാണ്. പോകുന്നതിന് മുൻപ് ഈ ഒരു ചോദ്യം ഞാൻ നിങ്ങൾക്കായി വിട്ടുതരുന്നു. സ്വന്തം ശരീരത്തെക്കുറിച്ച് ശരിയായി മനസ്സിലാക്കുന്നത് നമ്മൾ നമ്മളെ തന്നെയും മറ്റുള്ളവരെയും കാണുന്ന രീതിയെ എത്രത്തോളം പോസിറ്റീവായി മാറ്റാൻ സഹായിക്കും? ഇതിനെക്കുറിച്ചൊന്ന് ചിന്തിച്ചു നോക്കുമല്ലോ. അടുത്ത തവണ പുതിയൊരു വിഷയവുമായി കാണാം.